കമ്പനിയുടെ സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങായിരുന്നു. അപ്പോൾ ഈ ചടങ്ങിൽ കമ്പനി പ്രസിഡന്റിനെയും സിഇഒയും ഒക്കെ ഇരുമ്പ് കൂട്ടിൽ സ്റ്റേജിലേക്ക് ഇറക്കാനായിരുന്നു സംഘാടകരുടെ പദ്ധതി. പക്ഷേ ഈ പ്ലാനിംഗ് പാളി, ചങ്ങല പൊട്ടി ഇരുമ്പ് കൂട്ടിൽ നിന്ന് താഴേക്ക് വീണ് സിഇഒയ്ക്ക് ദാരുണാന്ത്യം. KB ശ്രീധരനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ശ്രീധരൻ, നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സമയത്ത് ഈ ആഘോഷങ്ങളൊക്കെ എത്രത്തോളം വെറൈറ്റി ആക്കാൻ പറ്റോ അത്രത്തോളം വെറൈറ്റി ആക്കുക, അതിനെ റീൽസ് ആക്കുക, ട്രെൻഡ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്ത ഒരു സമയവുമാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ അത് നമ്മളെ നടുക്കുന്നതാണ്. കാണുമ്പോൾ തന്നെ നമ്മൾ പേടിക്കുന്ന ഒരു വീഡിയോയാണ്. എന്താണ് സംഭവിച്ചത്? നമ്മൾ ഈ വ്യത്യസ്തത തേടിപ്പോയി തന്നെ അതിലൊരു റിസ്ക് എലമെന്റ് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഹൈദരാബാദിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ. റാമോജി ഫിലിം സിറ്റിയിലാണ് വിസ്റ്റെക്സ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ 25ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഘാടകർക്കൊരു ഐഡിയ തോന്നി, ഇതൊന്ന് നമുക്കൊന്ന് വെറൈറ്റി ആക്കി പിടിച്ചാലോ. അങ്ങനെ ഈ വേദിയിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും സാധാരണ വേദിയിലേക്ക് ആനയിക്കുന്നതിന് പകരം വലിയൊരു ഇരുമ്പ് കൂടുകൊണ്ട് അവരെ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കുന്ന ഒരു രീതിയാണ് അവർ ഉദ്ദേശിച്ചത്. ഏതായാലും ഇവരെല്ലാം തന്നെ രണ്ടുപേരെയും ഈ കൂട്ടിലൊക്കെ കയറ്റി അവിടുന്ന് കൂട് പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറക്കുന്നതിനിടയിൽ അതിൻ്റെ വടം അല്ലെങ്കിൽ ചങ്ങല അത് പൊട്ടി അവർ താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 20 അടി താഴ്ചയിലേക്കൊക്കെയാണ് ഇവർ വീണത്. അതുകൊണ്ട് തന്നെ തലയൊക്കെ അടിച്ച് വീണ് ഇതിൻ്റെ ഉടമയ്ക്ക് ഏതായാലും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. സഞ്ജയ് ഷാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യൂറോപ്പിലും US-ലൊക്കെ വളരെയധികം സ്ഥാപനങ്ങളുമായി ടൈപ്പുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ വിസ്റ്റെക്സ് എന്നുള്ളത്. ഏതായാലും ഉടമ തത്സമയം മരിക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റായിട്ടുള്ള വിശ്വനാഥ് മേത്ത അദ്ദേഹത്തെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇതൊക്കെ നൽകുന്നൊരു പാഠമുണ്ട്. നമ്മൾ ഈ വ്യത്യസ്തതയൊക്കെ തേടി നമുക്ക് പോകാം, പക്ഷേ അധികം റിസ്ക് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുകൂടി ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സംഭവം മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഈ ഒരു വാർത്തയായി വരും. അതിന് തൊട്ട് പിന്നാലെ ആളുകൾ ഇതൊക്കെ വിസ്മരിക്കുകയും ചെയ്യും. വീണ്ടും ഇത്തരത്തിലുള്ള റിസ്കുകൾ എടുക്കാൻ പോകും. ഏതായാലും കമ്പനി അധികൃതർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ജീവൻ ഈ വിഷയത്തിൽ പൊലിഞ്ഞു എന്നുള്ളത് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്.